വെള്ളം മുടക്കിയാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഔദ്യോഗിക അറിയിപ്പ് നൽകി ഇന്ത്യയും സജ്ജമാകുന്നു. ലഷ്കർ-എ തയ്യിബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ലെന്ന് പ്രതിരോധ മന്ത്രി. ഭീകര സംഘടനകളെ പോറ്റി വളർത്തിയത് US ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയെന്ന് പാകിസ്ഥാന്റെ കുറ്റസമ്മതം. ജലയുദ്ധം പ്രഖ്യാപിച്ച ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന് മറക്കരുതെന്നും പറഞ്ഞു. ഇതിനിടെ പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തി. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടിയുണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തമൊഴുകുമെന്നും ബിലാവൽ ഭൂട്ടോ എടുത്തു പറഞ്ഞു. അതിനിടെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി സൈനിക തലത്തിൽ ഇന്ത്യ ഉടൻ നൽകുമെന്നാണ് സൂചനകൾ. അതിനിടെ നദീജല കരാർ മരവിപ്പിച്ചത് ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചു. പാക് മന്ത്രിയുടെ ആണവ ഭീഷണിക്ക് പിന്നാലെയാണ് ഇത്. പാകിസ്ഥാന് നൽകിയ നയതന്ത്ര കുറിപ്പോടെ ഇന്ത്യ പ്രശ്നങ്ങളെ ഏതു തലത്തിൽ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയാണ്. അതിനിടെ നിയന്ത്രണ രേഖയിൽ വെള്ളിയാഴ്ച രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായി. അതേസമയം ജമ്മു കശ്മീരിൽ 2 ഭീകരരുടെ വീടുകൾ കൂടി അധികൃതർ തകർത്തു. പുൽവാമ സ്വദേശികളായ അഹ്സാനുൽ ഹക്ക്, ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് അധികൃതർ തകർത്തത്. കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 2 തീവ്രവാദികളുടെ വീടുകൾ തകർത്തിരുന്നു. ജില്ലാ ഭരണകൂടമാണ് നടപടി സ്വീകരിച്ചത്. ഇത്തരം നടപടികൾ ഇന്ത്യ തുടരും. തർക്ക പരിഹാര ചർച്ചയ്ക്കും ഇന്ത്യ ഇനി പാകിസ്ഥാനുമായി സഹകരിക്കില്ല. കശ്മീരിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം. ഇതിന് രാജ്യാന്തര അന്വേഷകരുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് വ്യക്തമാക്കി. രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായും പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നും ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ ലഷ്കർ-എ തയ്യിബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണെന്ന ആരോപണം ആസിഫ് നിഷേധിച്ചു. ലഷ്കർ-എ തയ്യിബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല. അത് നാമാവശേഷമായതാണ്. ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെ ഒരു പുതിയ ശാഖ പിറക്കും? ഇപ്പോൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമേറ്റെടുത്ത TRFനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും ആസിഫ് പറഞ്ഞു. ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നും ഖ്വാജ പ്രതികരിച്ചു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏതു വിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം തയ്യാറാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഏത് നീക്കത്തിനും അതേ വിധത്തിലുള്ള പ്രതികരണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നയതന്ത്ര നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും ഖ്വാജ പറയുന്നുണ്ട്. 2 അണുവായുധ ശക്തികൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ തീർച്ചയായും ആശങ്കാജനകമാണ്. ആക്രമണം ഉണ്ടായാൽ അത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കാകും നീങ്ങുക. അത് ഏറെ ദുരന്തങ്ങൾക്ക് ഇടയാക്കും. എന്നാൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഖ്വാജ പറഞ്ഞു. ഏത് രൂപത്തിലുള്ള തീവ്രവാദവും ശക്തമായി അപലപിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത ചരിത്രം പാകിസ്ഥാനുണ്ടെന്നും ഖ്വാജ ആസിഫ് സമ്മതിച്ചു. പാശ്ചാത്യരുടെ ഈ വൃത്തികെട്ട ജോലി ചെയ്തതിന്റെ ദുരിതം പാകിസ്ഥാൻ അനുഭവിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നയം അവതാരക ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഭീകര സംഘടനകളെ പോറ്റി വളർത്തിയത് പാശ്ചാത്യർക്കു വേണ്ടിയാണെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. നോക്കൂ, ഞങ്ങൾ ഈ മോശം പ്രവർത്തനം US-നു വേണ്ടി 3 ദശകത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യർക്കും വേണ്ടിയാണത്. ആ വലിയ തെറ്റിന്റെ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവെന്ന് ആസിഫ് തുറന്നടിച്ചു.